മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ ഏത് രീതിയിലാണ് നമ്മൾ ജയിക്കേണ്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളാണ് ചെയ്തത്. അതുമായിട്ട് 3 കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അത് ഒന്ന് സത്യം അരയ്ക്ക് കെട്ടുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്, ബെൽറ്റ് ഓഫ് ട്രൂത്ത്. അത് നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡ് അത് വാച്ച് ചെയ്യാത്തൊരു പോയി കാണണം. രണ്ടാമത് നീതി എന്ന കവചത്തെക്കുറിച്ച് പറഞ്ഞു. ദ റൈച്ചസ്നെസ് ഓഫ് ജീസസ് ഇമ്പ്യൂട്ടഡ് ടു അസ്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ നീതി ഇമ്പ്യൂട്ട് ചെയ്ത നീതി. മൂന്നാമത് പറഞ്ഞത് ഷൂസ് ഓഫ് ദ ഗോസ്പൽ ഓഫ് പീസ്, സമാധാന സുവിശേഷത്തിന് ആയിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിലുള്ള വളർച്ചയും അതുപോലെ പിശാചിൻ്റെ അറ്റാക്കിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ആർമറും ഒക്കെയാണ് ചുരുക്കമായിട്ടിത് പറഞ്ഞത്. ഇന്ന് 4ാമത് നമ്മൾ ചിന്തിക്കുന്നത് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് എന്നുള്ള ഒരു കാര്യമാണ്, വിശ്വാസം എന്ന പരിച. ശരിക്കും യുദ്ധത്തിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണല്ലോ പരിച. സാധാരണ അത് നെഞ്ചിലിങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അമ്പുകൾ, പഴയ കാലത്ത് അമ്പുകൾ കുന്തങ്ങളും ഒക്കെ എറിയായിരുന്നല്ലോ. അത് വരുമ്പോൾ അത് നമ്മളിലേക്ക് വരാതിരിക്കുവാനായിട്ട് നമ്മൾ തടയുന്ന ഒന്നാണ് പരിച എന്ന് പറയുന്നത്. ഇവിടെ ഒരു വിശ്വാസം എന്ന പരിച, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ ബിലീഫ് എന്ന് ഒക്കെ പറയുമ്പോൾ അത് പ്രധാനമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും വീണ്ടും ഒന്നും കൂടെ പറയുകയാണ്, അതൊരു ട്രസ്റ്റ്, ഒരു ആശ്രയമാണ്. ഇവിടെ കർത്താവിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ സേവിങ് ഫെയ്ത്ത്, കർത്താവിനുള്ള വിശ്വാസത്താൽ നമ്മൾ ബലപ്പെടുന്ന ഒരു സ്റ്റേജ്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്ന ഒരു ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബൈബിളിലെ നമ്മുടെ പഴയ പിതാക്കന്മാരുടെയൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അവിടെ ഏറ്റവും പ്രധാനമായി 11-ാം അധ്യായത്തിൽ പറയുന്ന അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എടുത്ത് പറയുന്ന കാര്യം, അബ്രഹാം ഒരു സിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതായിട്ട് കാണുന്നു. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കൈകളാൽ ഉണ്ടാക്കിയല്ല, ദൈവത്തിൻ്റെ കൈകളാൽ നിർമ്മിച്ച ആ വലിയ ഒരു സിറ്റിക്ക്, ഒരു പട്ടണത്തിന് വേണ്ടി കാത്തിരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അബ്രഹാമിനെ വിശ്വാസികളുടെ ഒരു പിതാവായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസം ഒരുപാട് പരീക്ഷിക്കപ്പെട്ടതാണ്. അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കുഞ്ഞ് ആദ്യം ഉണ്ടാകാനായിട്ട് ഒരു ലേറ്റർ സ്റ്റേജിൽ ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ പോലും ഒരു ലേറ്റർ സ്റ്റേജിൽ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ഒരു സമയത്തെ, എന്ന് പറഞ്ഞാൽ മൃതപ്രായനായവൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യവും എല്ലാം ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആ വിശ്വാസം അതുകൊണ്ടാണ് വിശ്വാസത്തിലെ പിതാവ് എന്നുള്ള പേര് പോലും വന്നത്. ആ വിശ്വാസം പലപ്പോഴും നമുക്ക് അത്രയുമുള്ളൊരു വിശ്വാസം ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം വിശ്വാസം സാത്താൻ്റെ അറ്റാക്കുകളെ പ്രതിരോധിക്കുന്നത് വിശ്വാസമാണ്. ഓരോ പ്രാവശ്യവും അവൻ അമ്പുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോഴേ ആ വിശ്വാസമുള്ള പരിചയം കൊണ്ടാണ് നമ്മൾ അത് തടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. സഭാ ചരിത്രത്തിലൊക്കെ നോക്കിയാൽ ധാരാളം വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഒക്കെ മരണകരമായിട്ടുള്ള ഒരുപാട് അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട്, പല സമയങ്ങളിലായിട്ട് നേരിട്ടിട്ടുണ്ട്. പഴയ സീസറിൻ്റെ ഭരണകാലത്തെ, അതുപോലെ റോമൻ എംപയറിൻ്റെ ഓരോ ചക്രവർത്തിമാരെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ഒരുപാട് പേരെ കൊല ചെയ്യുകയും മൃഗങ്ങളുടെ മുമ്പിൽ പിടിച്ചിടുകയൊക്കെ ചെയ്തതായിട്ട് കാണുന്നു. ഈവൻ നമുക്കറിയാം, അപ്പോസ്തലന്മാരെ പോലും കൊല്ലുകയായിരുന്നു, എല്ലാവരെയും കൊല്ലുകയായിരുന്നു. യോഹന്നാനെ പല പ്രാവശ്യം ട്രൈ ചെയ്ത് വന്നിട്ട് അത് നടന്നില്ല. ബാക്കിയുള്ളവരെയൊക്കെ കൊല്ലുകയായിരുന്നു ചെയ്ത്. പൗലോസിൻ്റെ ജീവിതം നമുക്കറിയാം, പൗലോസ് തടവിലായി, ഒരുപാട് പ്രാവശ്യം തടവിലായതും ഒക്കെ നമുക്കറിയാം. ഇതുപോലെ തന്നെ അടുത്ത കാലങ്ങളിലൊക്കെ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലെ റിച്ചാർഡ് ഉംബ്രാൻഡ് എന്ന് പറഞ്ഞ് ആ ദൈവദാസനെ അനേകം 10 വർഷത്തോളം തടവിൽ അടച്ച്, അവിടെയും ഒരു അറ്റാക്ക് ക്രിസ്തീയ പ്രവർത്തനത്തിനുണ്ടായി. അവിടെയും വിശ്വാസം മൂലം അത് അതിജീവിച്ചതായിട്ട് കാണുന്നു. അതുകൊണ്ട് പ്രതികൂലങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതുപോലെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ
സാത്താൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയ നമ്മൾ എടുക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ എടുക്കുമ്പോൾ തീയമ്പുകൾ കെട്ടുപോകുന്നതായിട്ട് കാണും. നമുക്ക് ബൈബിളിലെ തന്നെ ഒരു എക്സാമ്പിളാണ് ഡാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ ഉള്ള 3 പുരുഷന്മാരെക്കുറിച്ച്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം തൊട്ട് നമ്മൾ വായിച്ചറിയാം. അത് ഒരു സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കി ആ വാദ്യഘോഷവും ഒക്കെ വരുന്ന സമയത്ത് അതിനെ നമസ്കരിക്കണം എന്ന് രാജാവ് കൽപ്പന ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് അത് എതിരായിട്ട്, എന്നാൽ അത് രാജാവിനെ കൂട്ടാക്കാതെ ഈ പുരുഷന്മാർ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരെ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചില്ല എന്ന് കാണുന്നു. നെബൂഖദ്നേസറിനെ ഉഗ്ര കോപവും ഒക്കെ പൂണ്ടിട്ട് അവസാനം അവരെ തീയിൽ പിടിച്ചിടാനായിട്ട് ഉള്ള ഒരു കൽപ്പന അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് രാജാവ് തീരുമാനിച്ചു. തീയുടെ ശക്തി കൂട്ടി രാജാവിൻ്റെ കോപത്തിൻ്റെ വർധനവ് അത് കാണിക്കുന്നതാണ്. തീയുടെ ശക്തി കൂട്ടി കഴിഞ്ഞിട്ട് പോലും അവർ അത് എഗ്രി ചെയ്തില്ല. അവർ പറയുമായിരുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും, ഈവൻ അത് കഴിഞ്ഞില്ലെങ്കിൽ പോലും നീ ഉണ്ടാക്കിയ ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് രാജാവിന് വലിയ കോപമായി. അവസാനം രാജാവ് അവരെ പിടിച്ച് തീച്ചൂളയിലിടുന്നു എന്നാൽ ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് അവരെ രക്ഷിച്ചതും നെബൂഖദ്നേസർ കണ്ടു. അപ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രതികൂലങ്ങൾ വരുമ്പോഴേ വിശ്വാസം മുറുകെ പിടിക്കാനായിട്ട് ഉള്ള ഒരു കാര്യം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കോംപ്രമൈസിങ് ക്രിസ്ത്യൻസാണ്. വിശ്വാസവും ആ വിശ്വാസ ചിന്തകളുമൊക്കെ ഒരു കാഷ്വൽ അപ്രോച്ചിൽ പോകുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, വിശ്വാസത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലേണ്ടത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലേണ്ടത്, അല്ല ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടല്ല ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലേണ്ടത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയും ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്, അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണാം. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ ഇടയിൽ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ സാധാരണ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പലപ്പോഴും രോഗങ്ങൾ വരുന്നത്, രോഗങ്ങളെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കും. ഇത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഓർത്ത് വിളിച്ചു പറയുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ചില പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്. അതുമാത്രമല്ല, അതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ വലിയ വിക്ടറി, അല്ലെങ്കിൽ അതിന് മേളിലൊരു വിജയം, അല്ലെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. എന്താ ഇതിനകത്ത് കാരണം എന്ന് വെച്ചാൽ, പലരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥന അന്ന് പ്രാർത്ഥിച്ചതിന് ദൈവം ഉത്തരം തന്നു. എന്താണ് കാരണം? എല്ലാവർക്കും എന്താ കിട്ടാത്തത്? ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അത് നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിനകത്ത് 50%, 60% ഒക്കെ നമ്മൾ വിശ്വസിക്കും. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്, 100% ഫെയ്ത്ത്. അങ്ങനെ വിശ്വാസത്തോടെ ആരെങ്കിലുമൊക്കെ ആ പ്രാർത്ഥനയിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വിടുതൽ വന്നിട്ടുള്ളതായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കാണുന്നുണ്ട്. അത് അവരെ അറിയിക്കുന്നുണ്ട് എന്നുള്ള വലിയ സന്തോഷമാണ്. എന്താണ് എൻ്റെ കാര്യം? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും നമ്മുടെ വിശ്വാസമാണ്. ഒരിക്കലും മാറാത്ത ക്യാൻസർ, അതൊക്കെ എങ്ങനെയാണ് മാറുന്നത്? നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? അല്ല, വൈദ്യശാസ്ത്രം പറഞ്ഞു ഇനി മേലാൽ ഇനി ഒരിക്കലും സംഭവിക്കുകയില്ല, ഇനിയും അവരെ ഗർഭം ധരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലും തന്നെ ദൈവം മിറക്കിൾ നടത്തി അവരുടെ ജീവിതങ്ങൾ കുഞ്ഞുങ്ങളെ കൊടുത്തത്. ഇതൊക്കെ പ്രാർത്ഥനയുടെ ശക്തിയല്ലേ? തീർച്ചയായും പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ്. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം പ്രാർത്ഥനകളെ കേൾക്കും. ഈ വിശ്വാസമാണ് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നത്. യേശുക്രിസ്തു പറയുന്നത് കടുക് മണിയോളം വിശ്വാസം. കടുക് മണി എന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണതയെ കാണിക്കുന്ന ഒന്നാണ്. ശകലം പോലും അവിശ്വാസമില്ലാതെ ആ ഉരുണ്ട യൂണിഫോമായിരിക്കുന്ന ആ രീതിയിൽ പൂർണ്ണമായിട്ടിരിക്കുന്ന ആ കടുക് മണിയോളമെങ്കിലും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മളെ വിശ്വാസം ഡെവലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ സാത്താൻ്റെ തീയമ്പുകളെ കെട്ടുപോകുകയുള്ളൂ. നമ്മൾ ഓരോ സമയവും തീയമ്പുകൾ സാത്താൻ ഇങ്ങോട്ട് അയക്കുമ്പോഴേ, വിശ്വാസത്തിൻ്റെ ശോധനകൾ ജീവിതത്തിൽ വരുമ്പോഴേ, പല സംശയങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ, നമ്മൾ വിശ്വാസത്തിൻ്റെ ഈ ബ്രസ്റ്റ് പ്ലേറ്റ് നമ്മൾ എടുക്കണം. വിശ്വാസം എന്ന പരിച നമ്മൾ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കണം. അപ്പോഴെന്താ സംഭവിക്കുന്നത്? സാത്താൻ്റെ തീയുമ്പോഴെല്ലാം കെട്ടുപോകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പരിച നമ്മൾ എല്ലാവരുടെ കയ്യിലും ആവശ്യമാണ്. അടുത്ത ഒരു ചിന്ത,
അടുത്ത ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു ആർമർ എന്ന് പറയുന്നത് അഞ്ചാമതുള്ളത് ഈ എഫേസ്യർ 6-ാം അധ്യായത്തിൽ പറയുന്നതാണ്. 6-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യത്തിൽ ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം. ഈ ഹെൽമെറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഇപ്പം 2 വീലറൊക്കെ ഓടിക്കുന്നവർക്കറിയാം ഹെൽമെറ്റ് ഇല്ലാതെ പോകാനായിട്ട് പറ്റുകയില്ല. കാരണം അത് ഏതെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാൽ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെൽമെറ്റ്. എന്ന് വെച്ചാൽ ജീവൻ രക്ഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഹെൽമെറ്റ് കമ്പൽസറിയാണ്. നേരത്തെ ആദ്യം പറഞ്ഞത് നേരെ വരുന്ന തീയമ്പുകൾ നമ്മുടെ നെഞ്ചിലേക്ക് ഏറുന്നത്, ഹാർട്ടിലേക്ക് വരാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞത് തലയിലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ ഹാർട്ടും ഹെഡും ഒക്കെ ഭയങ്കര പ്രാധാന്യമുള്ളതാണല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം ഏറ്റവും ആവശ്യമാണ്. കൊലോസ്യർ 1:13 നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുന്നു. എന്നിട്ട് അവരെ ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി. വെഞ്ചർ ഇൻ ടു എ ബാറ്റിൽ ഫീൽഡ്, ഒരു യുദ്ധത്തിൽ പോയിട്ട് അവരെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കുന്നു. അതാണ് രക്ഷ എന്ന് പറയുന്നത്. സത്യത്തിൽ രക്ഷ എന്ന് പറയുന്നത് അതാണ്. അത് രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് പൗലോസിൻ്റെ 1-ാം അധ്യായത്തിലെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇത് കാണുന്നു. റോമർ 8:37 നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഓൾ ദീസ് തിങ് വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. നമ്മൾ ഒരു പൂർണ്ണ ജയം പ്രാപിക്കുന്ന കാര്യം അതിനകത്ത് മേളിൽ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ആ മേളത്തെ വാക്യങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നവൻ ആരാണ്? കഷ്ടതയാണോ, സങ്കടമാണോ, ഉപദ്രവമാണോ, പട്ടിണിയാണോ, നഗ്നതയാണോ, ആപത്താണോ, വാളാണോ? ഇതിൽ നിന്നൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണജയം പ്രാപിക്കുന്നു. ശരിക്കും ഇന്ന് ആ രക്ഷ എന്ന ശിരസ്ത്രം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് പലർക്കും രക്ഷയെക്കുറിച്ചുള്ളൊരു കൺഫർമേഷൻ പലർക്കും ഇല്ല. ഇന്ന് അയ്യോ എൻ്റെ രക്ഷ എനിക്കുണ്ടോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകൾ ഒരുപാടുണ്ട്. ഈ രക്ഷയെക്കുറിച്ച് ഞാൻ 2 എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്. രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ, എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും പഴയ കാര്യങ്ങൾ, രക്ഷയ്ക്ക് ആധാരം വിശ്വാസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും രക്ഷയ്ക്ക് ആധാരമായിട്ടില്ല. അതുകൊണ്ട് കൂടാതെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ ചരിത്രത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. സഭകൾ ഓരോന്ന് വിശ്വസിക്കുന്നത്, ഓരോ ഡിനോമിനേഷൻസ് ഓരോ രീതിയിൽ വിശ്വസിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളാണ്. ബൈബിൾ പറയുന്ന കാര്യങ്ങളല്ല, എക്സ്ട്രാ കാര്യങ്ങളാണ്. അതൊന്നും നമ്മളെ രക്ഷിക്കുകയില്ല എന്ന് നമ്മളൊരിക്കലും മറന്നു പോകരുത്. അതൊന്നുമല്ല നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളെ രക്ഷിക്കുന്നത് ദൈവവചനമാണ്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ രക്ഷ എന്ന് പറയുന്നത് നമ്മളെ ദൈവം നീതീകരിക്കുന്ന ഒന്നാണ്. ആ നീതീകരിക്കുക മാത്രമല്ല, അതിനകത്ത് വി ഷുഡ് വർക്കൗട്ട് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴേ അത് നമ്മളൊരു ഒരു ഈവൻ്റ് മാത്രമല്ല, ഒരു പ്രോസസ്സും കൂടിയായി തീർന്ന് നമ്മൾ രക്ഷ പ്രാപിക്കുകയും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ അൾട്ടിമേറ്റ്ലി ഈ പ്രസൻസ് ഓഫ് സിന്നിൽ നിന്ന് തന്നെ, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ മൗത്തീകരിക്കപ്പെട്ട് ആയിത്തീരുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ നമ്മൾ മാറണം. നമ്മൾ കർത്താവിലായെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് അവൻ്റെ കൺട്രോളിലാണ്, അവൻ നമ്മളെ സീൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷ എന്ന ശിരസ്ത്രം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. 1 തെസ്സലോനിക്കർ 5:8 ഇങ്ങനെ, നാമ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ഇവിടെയും അത് തന്നെ പറയുന്നത്, ഹെൽമെറ്റ് ഓഫ് ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ, ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ. നമുക്കറിയാം പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും ഒരു പ്രധാന വിഷയം, നീ രക്ഷിക്കപ്പെട്ടോ, ഒരു പാപം ചെയ്യുമ്പോഴത്തേക്ക് നീ രക്ഷിക്കപ്പെട്ടവനാണോ എന്നുള്ള രീതിയിൽ പിശാച് എപ്പോഴും നമ്മളെ ഇങ്ങനെ വാദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഹവ്വായെ ആക്രമിച്ച് എങ്ങനെയാണെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഹവ്വായെ ഏത് രീതിയിലാണ് പിശാച് തെറ്റിച്ചതെന്നറിയാം. അതിൽ വീണ്ടും ഞാൻ പോകുന്നില്ല. 2 കൊരിന്ത്യർ 11:3 എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു.
ഇവിടെ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. എന്താണ് ഇങ്ങനെ ഭയപ്പെടാനുള്ള കാരണം? നിങ്ങളെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയിച്ച് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിൽ നിന്ന് തെറ്റി വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. കാരണം പിശാച് തെറ്റിക്കാനായിട്ട് എപ്പോഴും നടക്കുമ്പോഴേ നമ്മളെ തന്നെ ഉറപ്പും ദൃഢവും ആക്കണം. 2 പത്രോസ് 3:18 അവൻ്റെ സത്യത്തിൽ നമ്മൾ വളരണമെന്ന് പറയുന്ന ഭാഗം 2 പത്രോസ് 3:18. അതുപോലെ എഫേസ്യർ 4:21 ആ വാക്യം ഒന്ന് വായിക്കാം. 4:20 ഇങ്ങനെയാണ്, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അതിൽ എഴുതിയിരിക്കുന്ന ട്രൂത്ത് ഇൻ ജീസസ്, യേശുവിലുള്ള സത്യം, ട്രൂത്ത് ഇൻ ജീസസ്, കർത്താവിലെ സത്യം. അതെന്താണ്? അവൻ നമുക്ക് വേണ്ടി യാഗമായി നമ്മളെ രക്ഷിക്കും എന്നുള്ളത്. നമ്മുടെ രക്ഷയെപ്പറ്റി മനസ്സിലാക്കുകയും അതിൽ വളരുകയും ചെയ്യാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി അതിൽ വളരുകയും ചെയ്യണം. അപ്പോഴെന്താ സംഭവിക്കുന്നത്? സാത്താൻ വിട്ട് ഓടിപ്പോകും. ഇന്ന് 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഈ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്ന പരിച നമ്മുടെ കയ്യിൽ വേണം. അത് നമ്മുടെ ഹൃദയത്തെ വരുന്ന ആരോസ്, പിശാചയക്കുന്ന ഓരോ ആരോസിനെ തടുത്ത് നിർത്തി നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. രണ്ടാമത് പറഞ്ഞത് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം എന്താണ്? നമ്മുടെ ഹെൽമെറ്റാണ്. നമ്മുടെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മാനുഷികമായിട്ട് ഞാൻ പറയാം, തലയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പറയുന്ന പോലെ ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പൈശാചിക അറ്റാക്കിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ വിശ്വാസവും ഈ രക്ഷയും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ ആർമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തുടർന്നും ഇത് നിങ്ങൾ വാച്ച് ചെയ്യുകയും ഇത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം. നമ്മളിപ്പം ഏകദേശം 5 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. തുടർന്ന് ഇനി 3 എണ്ണം കൂടി ഉണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ദൈവം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ ഇതെല്ലാം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എന്നോട് ചേർന്ന് നിങ്ങളെ പ്രാർത്ഥിക്കണമേ. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ധരിക്കേണ്ടതായിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ചാണല്ലോ ഞങ്ങൾ പഠിച്ചത്. കർത്താവേ, രക്ഷ എന്ന ശിരസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കർത്താവേ, അതുപോലെ കർത്താവേ, വിശ്വാസം എന്ന പരിച അത് ഏറ്റവും ആവശ്യമാണ്. ഈ ദിവസങ്ങളിലെ വിശ്വാസവും രക്ഷയും അത് രണ്ടും ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ അപ്പുറവും ഇപ്പുറവുമായി കർത്താവേ, അത് ഞങ്ങൾ ആ ആയുധങ്ങൾ ധരിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും കർത്താവെ താണുപോകാതെ ചിറകടിച്ച് ഉയരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ആരെങ്കിലും ഈ രക്ഷയുടെ നിർണയം പ്രാപിക്കാതെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിലെ രക്ഷയിൽ വളരുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ഫെയ്ത്തിൽ വളരാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടവരുത്തണം. കർത്താവെ, കോംപ്രമൈസ് ചെയ്യുന്നൊരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്നൊരു കർത്താവിൻ്റെ ദാസനായിട്ടല്ല, പിന്നെയോ എപ്പോഴും വളരുന്ന ഒരു അനുഭവം നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അലർജി ആയിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിലെ ആ അലർജിക്കായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതൊക്കെ ഫുഡ് അലർജിയാണോ, ഡസ്റ്റ് അലർജി എന്ത് ആയാലും ശരീരത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ശ്വാസം മുട്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രയാസങ്ങളും അലർജിയായിട്ട് മുഖാന്തരം വരുന്നെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഷുഗർ പേഷ്യൻസ് കർത്താവെ ഇത് കാണുന്നു. കർത്താവെ, അവരെ ഒരുപാട് അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നു. പ്രത്യേകിച്ച് കാലിലെ നീര് വരികയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയുന്ന അനുഭവങ്ങൾ കർത്താവെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഡോസ് മരുന്ന് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ കർത്താവെ, നീ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കൊടുക്കണമേ, സഹായിക്കണമേ. നിൻ്റെ സന്നിധിയിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില കുഞ്ഞുങ്ങളെ പ്രത്യേകം ദൈവരങ്ങളിലേക്ക് ഈ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില അടിമത്വങ്ങളിലേക്ക് അകപ്പെട്ട് പൈശാചിക ബന്ധനങ്ങളിലായിരിക്കുന്നു. ചില വൈസസിനൊക്കെ അടിമയായിരിക്കുന്നു. ഭവനത്തിൽ പോലും പോകാതെ ഇരിക്കുന്നു. മാതാപിതാക്കളെ വലിയ പ്രയാസത്തോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
കുടുംബങ്ങളായിട്ടുള്ള ബന്ധം കർത്താവെ വീണ്ടും സ്ഥാപിക്കുവാനായിട്ട്, മുടിയൻ പുത്രൻ പോയി തിരിച്ചു വന്നതുപോലെ കർത്താവെ പിതാവിൻ്റെ അരികിലേക്ക് തിരിച്ച് കൺഫെഷനോട് ചെല്ലത്തക്ക രീതിയിൽ കർത്താവെ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും നീ ഇന്ന് വിടുതൽ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ നിന്നെ പൈശാചികമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതൽ ഈ ദിവസങ്ങൾ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണല്ലോ. എല്ലാ ദിവസവും 9:30 നിങ്ങളുടെ ഭവനത്തിൽ ഇത് എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.